അല്ലാഹ് മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ. അല്ലാഹുണ്ടെങ്കിലുണ്ട് സർവവും, ഇല്ലെങ്കിലൊന്നുമില്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉള്ളിലെണ്ണ പോൽ കള്ളിൽ ലഹരി പോൽ പാലിൽ വെണ്ണ പോൽ നിന്നിലും ഉള്ള റബ്ബിനെ മറ്റെവിടെയും തെണ്ടി നേരം കൊല്ലണ്ടടോ. ലാ ഇലാഹ പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ, പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ അല്ലയെ ഭയക്കണ്ടടോ. ഉപ്പയെ പ്രിയം വച്ച രീതിയിൽ അല്ലയെ പ്രിയം വെക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, സ്വർഗമാണല്ല നരകമല്ലേടോ, സ്നേഹമാണവനറിയടോ. നരക ജീവിതം സ്വർഗമാക്കുവാൻ അവനെ നീ സ്വന്തമാക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, കള്ളുശാപ്പിനി കേറിടാത്തത് സ്വർഗക്കള്ളിന് കോപിച്ചിട്ടോ. പെണ്ണിനാലെ നീ നാറിടാത്തത് ഹൗറിമാരെ നീ നെച്ചിട്ടോ. ലാ ഇലാഹ വിഡ്ഢികളുടെ സ്വർഗ സൗഖ്യങ്ങൾ പുല്ല് പോലെ നീ തള്ളടോ. കള്ളുശാപ്പല്ല ദേശത്തോപ്പല്ല സ്വർഗമല്ല എന്നോർക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട റബ്ബിൻ്റെ സഹായം കൊണ്ട് അതിമനോഹരമായ ഒരു പാട്ട് പാടി. ആ പാട്ട് വഹ്ദത്ത് മാലയിൽ നിന്നാണ്. ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ തങ്ങളുടെ വഹ്ദത്ത് മാലയിലെ വരികളാണ്. ആ വരികളെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വരി ഒരു 100 കൊല്ലം വ്യാഖ്യാനിക്കാണ്ട്. അത്രയും വലിയ വഹ്ദത്ത് മാലയെ പോലെ അള്ളാനെ പരിചയപ്പെടുത്തിയ ഒരു കവിത ഉണ്ടാവില്ല. അത്രയും വലിയ കവിതകളാണ്. അപ്പോൾ അത് അതിമനോഹരമായ വരികളാണ് ആ പറഞ്ഞൊക്കെ. അള്ളാഹു അത് പാടിയ ആ ചുണ്ടിനും
അതിനുവേണ്ടി അധ്വാനിച്ച അദ്ദേഹത്തിനൊക്കെ അല്ലാഹു തആല നരകം ഹറാമാക്കി തരട്ടെ. അത് കേട്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തെ കാക്ഷിച്ച് ഈ മജ്‌ലിസിലിരുന്ന എൻ്റെ സഹോദരൻ ബഹുമാനപ്പെട്ട അമീദ് ഫൈസി അമ്പലക്കടവ് സദസ്സോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ബൈത്ത് ഇങ്ങനെ ചെല്ലുന്നത് ഞാൻ എൻ്റെ ചെവി കേട്ടു. അപ്പം അതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാവരും അള്ളാഹു ലയിക്കുന്നവരാണ്. അതിനേക്കാളും വലിയ ഒന്നുമില്ല. അള്ളാഹു ആ നിലക്ക് ഇത് സമൂഹത്തിലെത്തിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതിന് 10,000-ഓളം ആളുകൾ ആഴ്ചയിൽ